സനൂപ്, എന്താണ് മന്ത്രി അവിടെ നിന്ന് ഇറങ്ങാറായോ? സ്വാഭാവികമായും കെ എം മാണി, നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ കെ എം മാണിയുടെ കാലത്തൊക്കെ മാണി സാർ രാവിലെ ഇറങ്ങുന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആ ബജറ്റിൽ എന്തൊക്കെ പെട്ടിക്കകത്ത് എന്തൊക്കെ ഉണ്ടാകുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാറ്. അപ്പോൾ മന്ത്രി അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, വലിയ പരിവാരങ്ങളെയൊന്നും അവിടെ കാണുന്നുമില്ല. അപ്പോൾ ഒരു പ്രഡിക്ഷന് വക നൽകുന്ന എന്തെങ്കിലും സൂചനകൾ അവിടെ കാണുന്നുണ്ടോ സനൂപ്? സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കെ എം മാണി സാറ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചിരിയും അദ്ദേഹത്തിന്റെ മാനേഴ്സും ഒക്കെ ആ ബജറ്റിൽ എന്ത് കാണും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിനുശേഷം തോമസ് ഐസക് വരുമ്പോൾ സമയത്ത് അദ്ദേഹത്തിന്റെ വസ്ത്രം, അദ്ദേഹം ഏത് തരത്തിലുള്ള ജുബ്ബയായിരിക്കും ഇടുക എന്നുള്ളതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ കെ എൻ ബാലഗോപാലിലേക്ക് എത്തുമ്പോൾ അത് പ്രായോഗികമായിട്ടുള്ള ഒരു ബജറ്റ് അവതരണത്തിലേക്ക് ഈ 5 വർഷവും നമ്മൾ കണ്ടതാണ്. ഇന്ന് കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ 6ാമത്തെ ബജറ്റാണ്, രണ്ടാം പിണറായി സർക്കാർ അവസാന ബജറ്റും. ഞാനിപ്പോൾ നിൽക്കുന്നത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള പൗർണമിയിലാണ്. അല്പസമയത്തിന് തന്നെ അദ്ദേഹം ആദ്യം പുറത്തിറങ്ങി മാധ്യമങ്ങളൊന്ന് കണ്ട ശേഷം പിന്നെ ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോകും. ഒരു 7:30 കൂടിയായിരിക്കും ഗവൺമെന്റ് പ്രസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുക. അതിൽ ഗവൺമെന്റ് പ്രസ് സൂപ്രണ്ടായിരിക്കും ഈ ബജറ്റിന്റെ പകർപ്പ് മന്ത്രിക്ക് കൈമാറുന്നത്. മന്ത്രിക്ക് കൈമാറുന്ന ചടങ്ങും ഇവിടെ വെച്ച് തന്നെ നടക്കും. അതിനുശേഷമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തന്റെ ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോവുക. ഏകദേശം ഒരു 8:40 കൂടി മന്ത്രി ഔദ്യോഗിക വസതിയിൽ നിന്ന് ഈ 10 നമ്പർ കാറിൽ നേരെ നിയമസഭയിലേക്ക് പോകും. 9 മണിക്കാണ് ബജറ്റ് അവതരിപ്പിക്കുക. അവസാന ബജറ്റ് കൂടി ആയതുകൊണ്ട് തന്നെ വലിയ ഒരുക്കങ്ങളും ഒരു ആഘോഷപൂർവ്വമായിട്ടുള്ള ഒരു മട്ടിൽ തന്നെയാണ് ഈ പൗർണമിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരും അതേപോലെ തന്നെ മന്ത്രിയുടെ സ്റ്റാഫൊക്കെ തന്നെ നേരത്തെ തന്നെ ഈ ഔദ്യോഗിക വസതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി അദ്ദേഹം ഒരുങ്ങി എന്തൊക്കെയാണോ ആ ബജറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു സൂചനയൊക്കെ നൽകുക മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ ഇതിൽ നിന്ന് ഒരു കാര്യവും നമുക്ക് ഈ സമയത്ത് കിട്ടത്തില്ല. 9 മണിക്ക് അദ്ദേഹം നിയമസഭയിൽ എത്തിയ ശേഷം അവിടെ ഈ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കറിയാം, നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു 3ാം വട്ടം ഭരണം കിട്ടുമെന്നുള്ളതൊക്കെ ഒരു പ്രതീക്ഷയിൽ സർക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ ജനകീയമായിട്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കുമെന്നാണ് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയുന്നത്. വമ്പൻ പദ്ധതികളും മറ്റുമൊക്കെ അതിൽ ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുറച്ച് കാലഘട്ടത്തിലേക്കുള്ള ബജറ്റാണെങ്കിൽ കൂടി സമ്പൂർണ്ണ ബജറ്റ് തന്നെയാണ് അവതരിപ്പിക്കാൻ വേണ്ടി പോവുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് പോകും. അതിനു മുമ്പ് മാധ്യമങ്ങളെ ഒന്ന് കണ്ട് എന്താണോ അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ അതൊക്കെ അദ്ദേഹം പറയുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടായിരിക്കും പോകുന്നത്. 8:40 കൂടി ഇവിടെ നിന്ന് നേരെ നിയമസഭയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്യും. യെസ്, സുനിൽ ഐസക് തുടരുന്നുണ്ട്. സുനിൽ, സനൂപിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് ചോദിക്കാനുണ്ട്. സനൂപ്, ഒരു 15 മിനിറ്റ് മുമ്പ് സനൂപ് ഒരു 15 മിനിറ്റ് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് കെ എൻ ബാലഗോപാലിൻ്റെത്. അതായത് ബജറ്റ് ഒരു പോസിറ്റീവ് ബജറ്റ് ആയിരിക്കും, ഒരു ജനപ്രിയ ബജറ്റ് ആയിരിക്കുമെന്ന സൂചന നൽകുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സുനിൽ, അതിന്റെ പ്രധാന കാരണം നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് ക്ഷേമ പെൻഷനൊക്കെ വർദ്ധിപ്പിച്ചത്. പക്ഷേ അത് ഫലം കണ്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയില്ല എന്നുള്ള ഒരു വിമർശം ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് കാര്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പബ്ലിസിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോയി എന്നുള്ളൊരു വിലയിരുത്തലായിരുന്നു നേരത്തെ പാർട്ടി യോഗത്തിലും സർക്കാരിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് കാര്യമായിട്ടുള്ള പദ്ധതികൾ ഒരു സമ്പൂർണ്ണ ബജറ്റായിട്ട് തന്നെ അവതരിപ്പിക്കണം എന്നുള്ളൊരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, താൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് അത് ക്ഷേമ പെൻഷൻ തന്നെയാണ്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയും ക്ഷേമ പെൻഷനാണ് എന്നുള്ള കാര്യം ധനമന്ത്രി എപ്പോഴും പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് കിഫ്ബിയെ വളർത്തിക്കൊണ്ടുവരേണ്ട കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പൊതുവെ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ ഇറങ്ങിയത് ഒരു 8:40 കൂടിയാണ് പൗർണമിയിൽ നിന്ന് 10 നമ്പർ കാറിൽ നേരെ നിയമസഭയിലേക്ക് വരുന്നത്. ആഘോഷപൂർവ്വം തന്നെയാണ് നമ്മളൊക്കെ തന്നെ അനുഗമിച്ച് അദ്ദേഹത്തോടൊപ്പം പോവും. അപ്പോൾ ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ ഇത്തവണയും കഴിഞ്ഞ പ്രാവശ്യം എന്താണോ അതേപോലെ തന്നെ അവസാന ബജറ്റൊക്കെ ആണെങ്കിൽ കൂടി മറ്റ് കാര്യങ്ങളൊന്നുമില്ലാതെ എപ്പോഴും എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇത്തവണയും ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി മന്ത്രി ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറപ്പെടുക എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. 8:40 അദ്ദേഹം നിയമസഭയിൽ